ഒന്നും ഉണ്ടാവില്ല കേട്ടോ മോനെ. മാറൂട്ടോ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അഫിക്കാക്ക മച്ചാന്ന് പറഞ്ഞു. എല്ലാവരും സഹായിക്കണം. എനിക്ക് സ്കൂൾ മദ്രസയൊക്കെ പോകാൻ പൂതിയുണ്ട്. എല്ലാവരും സഹായിക്കണം. എൻ്റെ ഒക്കെ പാവപ്പെട്ട ഞങ്ങൾ പൈസ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെ മുന്നിൽ കൈ നീട്ടാറില്ല. നമ്മൾ ആരൊക്കെ മുന്നിൽ കുറേ കാര്യങ്ങൾ എല്ലാവരോടും സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. വല്ലായിട്ട് കുട്ടി സ്കൂളിൽ മാർച്ചിലൊന്നും പോയിട്ടില്ല. ഒന്നും കേട്ടോ, ഒക്കെ റെഡി ആവട്ടോ. സ്കൂളിലൊക്കെ പോണ്ട്. എൻ്റെ ഞങ്ങളൊക്കെ സഹായിക്കണം. കുറേ ആയി കിടക്കുന്നു. നീച്ച് കാണാൻ പൂതിയായിട്ട് കേട്ടോ. എല്ലാവരും സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. പ്രിയപ്പെട്ടവരെ, അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്യൂമിയ എന്ന് പറയുന്ന മാരകമായ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടുകൊണ്ട് 13 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ടവരെ, വയസ്സ് ഒന്നുകൂടി നിങ്ങൾ കേൾക്കണേ, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുള്ള ഇന്ന് മാരകമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിലെ പുല്ലാഞ്ഞിമേട് പീഡിയക്കൽ ഹൗസിലെ ഡ്രൈവർ ജോലിയുള്ള പ്രിയപ്പെട്ട മുജീബ് റഹ്മാന്റെയും ജുമൈലത്തായുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ. എൻ്റെ കുട്ടീൻ്റെ വേദന ഒന്ന് മാറ്റിക്കൊണ്ടിറപ്പേ. ഒരുപാട് വേദന സഹിച്ചാണ് കിടക്കുന്നത്. ബ്ലഡ് ക്യാൻസറാണ്. 1.5 വർഷമായ ചികിത്സയിൽ രണ്ടാമത് തിരിച്ചു വന്ന് രോഗം. ഇനി ഡോക്ടർ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാമ്പത്തികമായിട്ടൊന്നുമില്ല. നിങ്ങൾ സഹായിക്കണം, എല്ലാവരും എൻ്റെ കുട്ടീനെ സഹായിക്കണം. ഇനി മറ്റു മാർഗങ്ങളില്ല, ഒരു വഴികളും ഈ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പൊന്നുമോനെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ, ഈ പൊന്നുമോന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ആ പ്രിയപ്പെട്ട കുടുംബം നിങ്ങളുടെ മുമ്പിലേക്ക് സങ്കടം പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവർ, മാറി പോട്ടോ പോട്ടോ. ഇതിൻ്റെ അഞ്ചനാണ്. 1.5 വർഷമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പം ഇതിനിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയത്. ഞാനിപ്പോൾ രണ്ടാമതും വന്നതിലിപ്പോൾ മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാറ്റി വെക്കണേ ഇപ്പോൾ 50 ലക്ഷം മേലെ ചിലവുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, കാലിൽ ഈ കാലിന്റെ ഇതിലൂടെയാണ് ഇപ്പം പ്ലേറ്റ്ലെറ്റ് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീമോന്റെ കൂടെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള പിന്നെ തൊലി വികസിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനും ഒരുപാട് ആഗ്രഹമുള്ള ഈ പൊന്നുമോൻ, പുതിയ കുട്ടികൾ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ വേദന സംഹാരികളുമായി, ഇഞ്ചക്ഷനുകളുമായി, മരുന്നുകളുമായി ഓരോ ഹോസ്പിറ്റലിൽ കയറിയ ഇത്തരം സങ്കടങ്ങൾ കാണുമ്പോൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ കുടുംബം നെഞ്ചു പൊട്ടി കരയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ മകനെ രക്ഷിക്കാനാണ് കേട്ടോ, അവരുടെ മകനെ ജീവൻ രക്ഷിക്കാനാണ്. പ്രിയപ്പെട്ട അഫ്നാസിന് മജ്ജ കൊടുക്കുന്നത് ആഫിലായിട്ടുള്ള അഫ്ല അയാത്ത് എന്ന് പറയുന്ന 18 വയസ്സുള്ള ഈ സഹോദരനാണ്. കൂടെ പിറപ്പായിട്ടുള്ള അഫ്ല മജ്ജ കൊടുത്തുകൊണ്ട് പകത്തു നൽകുമ്പോ ഇവനെ ചേർത്ത് പിടിക്കേണ്ടത്, ഇവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഇവന്റെ ജീവൻ നിലനിർത്തേണ്ടത്. പണമില്ലാത്തതിന്റെ പേരിൽ ഇവനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നെഞ്ചു പൊട്ടി ഹാഫിലായിട്ടുള്ള ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അതിന്റെ കോലം എന്തൊരു മക്കളായിരുന്നു പറയാൻ കിട്ടൂല അവന്റെ കാര്യം ആലോചിച്ചിട്ട്. ഈ മഹലിന് നേതൃത്വം കൊടുത്ത അലവിക്കുട്ടി ഹാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുൻ മഹല് പ്രസിഡന്റിന്റെ പേരക്കുട്ടിയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ എങ്ങാനും ആ പൊന്നുമോന് പ്രയാസം വരാതിരിക്കാൻ
ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഞങ്ങൾക്കൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ചെറിയ ഗ്രാമമാണ്, ചെറിയ നാട്ടുകാരാണ്, പാവങ്ങളാണ് ഞങ്ങൾക്ക് ആ മോനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് കൈ നീട്ടുകയാണ്. ഞങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് കൈ നീട്ടിക്കൊണ്ട് യാചിക്കുക. അസ്സലാമു അലൈക്കും. ജുമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ്. എല്ലാവരും പോലെ ഓനും സ്കൂളിലൊക്കെ പോകണം. ഇനി നിങ്ങളെ നാട്ടുകാരെ കയ്യിലാണുള്ളത്, എല്ലാവരും സഹായിക്കണം. പാവാണ്, എല്ലാവരോടും നല്ലോണം നിൽക്കുന്നൊരു മോനാണ്. ഞങ്ങൾക്ക് ഓനെ പഴയതുപോലെ തിരിച്ചു വേണം. അഫ്നാസ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് നിങ്ങളാൽ കഴിയുന്ന ആ ധനസഹായം നൽകി നമ്മുടെ ഈ കുഞ്ഞുമോനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. വളരെ എൻ്റെ ദർസിൽ പഠിക്കുന്ന താലിമിൻ്റെ അനിയനാണ്. എപ്പോഴും അവിടെ വരാറുണ്ട്, കാണാറുണ്ട്. നല്ല പുഞ്ചിരിക്കുന്ന മുകളിൽ. ഇന്നലെ ഞാൻ കാണാൻ പോയിരുന്നു. വളരെ ദയനീയമായ അവസ്ഥയാണ്. എല്ലാവരും സഹായിക്കണം ആ പൊന്നുമോനെ തിരിച്ചു കൊണ്ടുവരാൻ. സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് വലിയ വലിയ മാരകമായ വേദനകൾ സഹിച്ച് ഗുളിക കുടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന കുട്ടിയെ രക്ഷിക്കാൻ ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട്. ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം ആ കുടുംബം ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ ഓടിക്കളിച്ചുകൊണ്ട് സ്കൂളിലും മദ്രസയിലും പോകുന്ന പ്രായത്തിൽ ഈ കുട്ടി ഹോസ്പിറ്റലിൽ 1.5 വർഷത്തിലധികമായി കിടപ്പിലാണ്, ചികിത്സയിലാണ്. ആ കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്കൂളിൽ പോകുന്ന ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കരുണയുള്ള സുമനസ്സുകളായിട്ടുള്ള എല്ലാ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളും. ഈ കുട്ടി അത്രയും പ്രയാസത്തായതുകൊണ്ടാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇത്തരത്തിൽ നാട്ടുകാർ ഒരു കൈ നീട്ടുന്നത്. ഇപ്പം അവർക്കിനി വിൽക്കാനോ എടുക്കാനോ ഒരാളോട് കൈനീട്ടി മേടിക്കാനോ യാതൊരവസ്ഥ ഇനിയില്ല. ഇനി നിങ്ങളാൽ കഴിയുന്ന നമ്മുടെ നാട്ടുകാരുടെ കയ്യിലാണ് ആ കുഞ്ഞിൻ്റെ. 1 രൂപയെങ്കിൽ 1 രൂപ എന്ന രീതിയിലെങ്കിലും അവരെ സഹായിച്ച് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളോട് സഹായിക്കണം, കരുണ കാണിക്കണേ പ്രിയപ്പെട്ടവരെ. കരുണയുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുന്നിലേക്ക് കൈനീട്ടുന്നത്. ഈ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ഒരുപാട് പേരൊന്ന് സഹായിച്ചാൽ, നിങ്ങളിൽ നിന്ന് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു ചെറിയ സഹായം നിങ്ങൾ ലഭ്യമാക്കിയാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ അനേകായിരം പേര് ഇത് കാണും, സഹായിക്കും. ഒന്ന് ഏറ്റെടുക്കണേ. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളെ കൂടെ നിൽക്കണേ പ്രിയപ്പെട്ടവരെ. കൂടെ നിൽക്കണേ.